അടക്കാനാവാത്ത ആഗ്രഹങ്ങളുള്ള ആൾക്കാരുണ്ട്. എന്ത് കിട്ടിയാലും സംതൃപ്തിയാവാത്ത ആൾക്കാർ. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഓപ്ഷൻ കിട്ടുമ്പോഴാണ് ദോഷമായിട്ട് മാറുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം വളരെ വളരെ സംഭവം. അവരൊരിക്കലും സംതൃപ്തരല്ല. അവർ ചിലപ്പോൾ നല്ല ലൈഫിലൂടെ ആയിരിക്കും അവർ പോകുന്നത്. പക്ഷെ അവരുടെ ആഗ്രഹങ്ങൾ വൈഡാണ്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി അവർ ഇങ്ങനെ അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കും. വളരെ ശരിയാണ്. കാരണം ഇതാണ് ഇതിന്റെ മറുവശം. ബ്രോ പറഞ്ഞ പോലെ. ഇപ്പം ചില നമ്മൾ ഈ യൂട്യൂബേഴ്സ് ഒക്കെ പല വീഡിയോസ് ഞാൻ കാണാറുണ്ട്. ഇപ്പൊ ചില പുള്ളികളുണ്ട്, പേരുകളും ഓർമ്മ വരുന്നില്ല. അപ്പം അവർ പറഞ്ഞ വീഡിയോസ് ഞാൻ കേട്ടെന്ന് പറയുമ്പോൾ ആ പുള്ളിക്കാരിക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് എന്നെ വേണ്ട എന്ന് പറയുകയാണ്. ഇപ്പം ഞാൻ ഒറ്റപ്പെട്ടു. ഞാനാണ് ഇതിനു വേണ്ടി ഈ പ്രോസസ്സിലെല്ലാം സ്ട്രഗിൾ ചെയ്ത് കൂടെ വന്ന ഒരാൾ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഇതിലുണ്ട്. ഇതിൽ ഏതാണ് സത്യം? ഭയങ്കര അല്ലെ? കോംപ്ലിക്കേറ്റഡ് ആണ് ബ്രോ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഈ പറയുന്ന ഈ പുള്ളിക്കാരൻ എന്തുകൊണ്ടാണ് ഈ പുള്ളിക്കാരത്തി എന്നെ വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം വന്നതെന്ന് ആദ്യം ചിന്തിക്കണം. ഓരോരുത്തരും അവരുടെ റെസ്പോൺസിബിലിറ്റി എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻഡിവിജ്വലായിട്ട് ഞാൻ ആരാണെന്നും